അതിൽപ്പെട്ട ഏറ്റവും ഗൗരവമുള്ള ഒരു കാര്യമാണ് നമ്മുടെ മാതാപിതാക്കൾ. ഒരുപാട് കാര്യങ്ങൾ എന്നെ പറയാനുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അത് കേൾക്കാനും പഠിക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ ഉമ്മയും ഓരോ ഉപ്പയും മനസ്സിൽ കൊണ്ടുവരുന്ന ഒരുപാട് ചിന്തകളുണ്ട്. ഒരു കുഞ്ഞിക്കാല് ഈ ഭൂമി ലോകത്തേക്ക് കാണുവാൻ വേണ്ടി അവർ ഒരുങ്ങുന്ന സമയം മുതൽ ഉപ്പാന്റെ മനസ്സിൽ ഒരുപാട് സന്തോഷങ്ങൾ വരുന്നു, ഉമ്മാന്റെ മനസ്സിൽ ഒരുപാട് സന്തോഷങ്ങൾ വരുന്നു. അങ്ങനെ ഉപ്പയും ഉമ്മയും ഒരേപോലെ ഇരുന്നു കൊണ്ട് സന്തോഷത്തിന്റെ നാളുകൾ ഇങ്ങനെ തള്ളി നീക്കുകയാണ്. അതാ നമുക്കൊരു കുഞ്ഞിക്കാല് കാണാൻ പോവുകയാണല്ലോ. ആ കുഞ്ഞിക്കാല് കാണുമ്പോ എന്റെ മനസ്സിൽ ഒരുപാട് സന്തോഷത്തിന്റെ തിരമാലകൾ തളം കെട്ടി നിൽക്കുമെന്നുള്ള ചിന്തയോടുകൂടി എത്രയോ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും മനസ്സിൽ ചിന്ത വെച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അല്ലാഹുവിന്റെ വിധിപ്രകാരം അതാ ദിവസങ്ങൾ കഴിയുമ്പോ, മാസങ്ങൾ കഴിയുമ്പോ പ്രിയപ്പെട്ട പൊന്നുമോളല്ലെങ്കിൽ പൊന്നുമോള് പുറം ലോകത്തേക്ക് വരികയാണ്. അങ്ങനെ പൊന്നുമോള് കടന്നു വരുന്ന സമയം മുതൽ ഉപ്പാന്റെ മനസ്സിൽ വേദന കൂടി, ഉമ്മാന്റെ മനസ്സിൽ വേദന കൂടി. ഇനി എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ വളർത്താം, ഏത് ഗതിയിലേക്ക് വേണമെങ്കിലും പോകാൻ അവർ സന്നദ്ധരായിക്കൊണ്ട് മുന്നോട്ട് ഗമിക്കുകയാണ്. അങ്ങനെ ഉപ്പാക്കുറക്കമില്ല, ഉമ്മാക്കുറക്കമില്ല. വല്ലാത്ത സന്തോഷത്തോടു കൂടിയിട്ട്, ആനന്ദത്തോടു കൂടിയിട്ട് അവരുടെ ദുഃഖമെല്ലാം മറന്നുകൊണ്ട് പ്രിയപ്പെട്ട പുന്നാര മക്കളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ മുന്നോട്ട് ഗമിക്കുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്നുള്ള പരിശുദ്ധമാക്കപ്പെട്ട ബാങ്കിന്റെ ധ്വനിയുണ്ടല്ലോ. ആ ബാങ്കിന്റെ ധ്വനി ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്ന ആ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട പിതാക്കന്മാര് ചാടി എഴുന്നേൽക്കുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ പള്ളികളിൽ പോയി നമസ്കരിച്ചുകൊണ്ട് അവരെവിടേക്കാ പോകുന്ന എന്നറിയോ? ഒന്നുകൾ കിളയ്ക്കാനായിരിക്കാ, അല്ലെങ്കിൽ ടാപ്പിങ്ങിനായിരിക്കാ, അല്ലെങ്കിൽ അടിമപ്പണിക്കായിരിക്കാ. ഏത് പണിയാണെങ്കിലും കുഴപ്പമില്ല. പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും സന്തോഷത്തോടു കൂടിയിട്ട് പുന്നാര മക്കളെ വളർത്തണമല്ലോ. അതോർത്തുകൊണ്ട് അവരെങ്ങനെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കുകയാ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, ഇന്നിപ്പോ ആ ഉമ്മാന്റെ മനസ്സ് കാണാൻ നമുക്കൊന്ന് കഴിയുന്നില്ല, ആ ഉപ്പാന്റെ മനസ്സ് കാണാൻ നമുക്കൊന്ന് കഴിയുന്നില്ല. ദുനിയാവിന്റെ വൃത്തികെട്ടാഡംബരത്തിന്റെ കുത്തൊഴുക്കിൽ പെട്ടുകൊണ്ട് മനുഷ്യ മനസ്സെന്ന് ഗമിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ഇന്നെല്ലാം മറന്നുകൊണ്ടല്ലേ പോകുന്നത്. എന്നാൽ ആ ഉമ്മ കാത്തിരിക്കും, എന്റെ പൊന്നുമോന്റെ കൈയൊന്ന് വളരട്ടെ, എന്റെ പൊന്നുമോന്റെ കാല് വളരട്ടെ എന്നിങ്ങനെ കാതോട്ട് കണ്ണുന്നിട്ട് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പ, പ്രിയപ്പെട്ട ഉമ്മ. ഉപ്പാന്റെ മനസ്സിൽ ഒരുപാട് ചിന്തയുണ്ടല്ലോ. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട പുന്നാര മോനെന്ന് വളർന്നു വന്ന എന്റെ കഷ്ടപ്പാട് മാറുമല്ല അല്ലാ, എന്റെ ദുഃഖം മാറുമല്ല അല്ലാ, എന്റെ പ്രയാസങ്ങൾ മാറുമല്ല അല്ലാ, എന്റെ കടങ്ങൾ മാറുമല്ല അല്ലാ എന്നിങ്ങനെ ഒരുപാട് ചിന്തകൾ വെച്ചുകൊണ്ട് ജീവിക്കുന്ന എത്രയോ പിതാക്കന്മാര്, എത്രയോ ഉമ്മമാർക്കുള്ള കണ്ണുനീര് തുള്ളികളല്ലേ ഇന്നീ ഭൂമിന്റെ മണ്ണിൽ നീട്ടി വീഴുന്ന എന്റെ പ്രിയമുള്ള സഹോദര. ഇതെന്ന് കാണാൻ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഇന്ന് സമയമില്ലല്ലോ. പോട്ടെ പൊന്നുമോനിക്ക് വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട ഉപ്പ, ആ പൊന്നുമോനിക്ക് വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ ഒരുപാട് ഉറക്കമൊഴിഞ്ഞ ഉമ്മ, ആ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും കാതോർത്ത് കൊണ്ടിരിക്കുമ്പോ പൊന്നുമോന് സുന്ദരമായിട്ട് വളർന്നു വരികയാണ്. നല്ലതുപോലെ വളർന്നു വരുന്നു പ്രിയപ്പെട്ട പൊന്നുമോൻ. അവനിക്ക് നല്ലൊരു ജോലി കിട്ടി, എഞ്ചിനീയറിംഗ് കോളേജിൽ നല്ലൊരു ജോലി കിട്ടി. ഉദാഹരണം പറയാം, എഞ്ചിനീയറിംഗ് കോളേജിൽ നല്ലൊരു ജോലി കിട്ടി ഈ മോനിക്ക്. അങ്ങനെ ഒരുപാട് കൂട്ടുകാരുണ്ടായി. ഈ മകന്റേതായിട്ടുള്ള സമ്പാദ്യത്തിലൂടെ നല്ലൊരു വീട് വെച്ചു, ചെറ്റക്കുടില് പൊളിച്ചു കളഞ്ഞു.
ഉപ്പയും ഉമ്മക്കും വല്ലാത്തൊരു സന്തോഷം, ഉപ്പാക്കും ഉമ്മാക്കും ഒരു സന്തോഷം. അൽഹംദുലില്ലാഹ്, എന്റെ പൊന്നുമോനൊരു വീട് വെച്ചല്ലോ. ഇന്നേവരേക്ക് അവർ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത പ്രിയപ്പെട്ട ഉപ്പാക്കും ഉമ്മാക്കും അത് കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്റെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും വന്നുകൊണ്ട് മകനോട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു, ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ചിലതൊക്കെ മകൻ അംഗീകരിക്കുന്നു, ചിലതൊക്കെ തട്ടിക്കളയുന്നു. എന്നാൽ ഇതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉപ്പയും ഉമ്മയും ആ മകനോട് പറയുമ്പോൾ മകൻ അതിനെ എതിർക്കുന്നു, അല്ലെങ്കിൽ മകൾ അതിനെ എതിർക്കുന്നു. അല്ലെങ്കിൽ പോട്ടെ, ഈ പൊന്നുമോന്റെ കൂട്ടത്തിൽ തന്റേതായിട്ടുള്ള കോളേജിൽ പഠിക്കുന്ന കൂട്ടുകാർ വരുമ്പോ ഉപ്പയും ഉമ്മയും ഇറങ്ങി വരികയാണ്. എന്തിനു വേണ്ടി? ഈ നിൽക്കുന്നത് എന്റെ മകനാണല്ലോ എന്നൊന്ന് പറയാൻ. ഇപ്പോ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോ ഞാൻ വാള് പറയുന്നു, എന്റെ ഉപ്പ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ഉപ്പ എന്ത് പറയും? എന്താ പറയാ? ഇവിടെ നിന്ന് അങ്ങോട്ട് വാളെല്ലാം കഴിഞ്ഞ എന്റെ മോനാ വാള് പറഞ്ഞു. എന്താ കാരണം? എന്റെ ഉപ്പാക്ക് അതൊരു സന്തോഷമാണ്, എന്റെ മകനാണ് വാള് പറഞ്ഞെന്ന് പറയുമ്പോ അതെന്റെ ഉപ്പാക്കും എന്റെ ഉമ്മാക്കും ഒരു സന്തോഷമാണ്. ഇതേപോലെ ആ ഉപ്പയും ഉമ്മയും ഈ മകന്റെ കൂട്ടുകാർ വന്നപ്പോൾ ഇറങ്ങി വന്നു. അപ്പോഴോ കണ്ണുനീരോടെ കരഞ്ഞിടും മനസ്സോ വേദന താളർന്നത പറഞ്ഞിടും അമ്പിളി പൊൽ താരമോ നബിരാജനാണോ മലർ മുസ്തഫ നബി തങ്ങളോരെ വാക്കതാണോ? പ്രിയപ്പെട്ട പുന്നാര ഉപ്പ ഇറങ്ങി വന്നുകൊണ്ട് എന്റെ പൊന്നുമോനെന്ന് പറയുമ്പോ, എന്റെ പൊന്നുമോനാണ് ഈ നിൽക്കുന്ന എന്ന് പറയുമ്പോ ഉമ്മയെ തെറി പറഞ്ഞുകൊണ്ട് വീട്ടിന്റെ തട്ടിലേക്ക് ചവിട്ടിത്തള്ളുന്ന ചെറുപ്പക്കാരാ, നിങ്ങൾക്ക് ഇന്ന് എന്തുകൊണ്ടാ എന്റെ ഉപ്പയാണ് എന്റെ ഉമ്മയാണ് ഈ നിൽക്കുന്ന എന്ന് പറയാ മടിച്ചു പോകുന്നത്? ഒരിക്കലും മടിക്കണ്ട ചെറുപ്പക്കാരാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനുണ്ടല്ലോ, അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ കൂടിയിട്ട് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അല്ലാഹു തആല ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ വാഗ്ദാനം ചെയ്യുന്ന ഒരു കാര്യം കണ്ടോ? അല്ലാഹു തആല വസിയത്ത് ചെയ്യുന്ന കാര്യം കണ്ടോ? വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹൻ വഫിസാലുഹു ഫീ ആമൈൻ അൻ അശ്കുർ ലീ വലിവാലിദൈഹി ഇലയ്യൽ മസ്വീർ. ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കൂടെ അല്ലാഹു തആല അടിവരയിട്ടുകൊണ്ട് പറയാ, ആരുടെ കാര്യത്തിൽ? വവസ്സൈനൽ ഇൻസാന, മനുഷ്യരോട് നാം വസിയത്ത് ചെയ്യുന്ന അല്ലാഹ് പറയാണ്. എന്റെ വാക്കല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ല, അല്ലാഹ് നേരിട്ട് പറയുന്നു വവസ്സൈനൽ ഇൻസാൻ, മനുഷ്യരോട് നാം വസിയത്ത് ചെയ്യുന്നു. എന്തിന്റെ വിഷയത്തിൽ? ബിവാലിദൈഹി, അവന്റെ മാതാവിന്റെ അവന്റെ പിതാവിന്റെ വിഷയത്തിൽ നാം വസിയത്ത് ചെയ്യുന്നു. അല്ലാഹ് പറയുകയാണ്, കാരണം എന്താ? ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹൻ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഹമലതുഹു ഉമ്മുഹു, നിന്റെ ഉമ്മ നിന്നെ ഗർഭം ചുമന്നിട്ടുണ്ടല്ലോ. വഹ്നൻ അലാ വഹൻ, പ്രയാസത്തിന്റെ മേൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടാ, കഷ്ടപ്പാടിന്റെ മേൽ കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ടാ നിന്റെ പ്രിയപ്പെട്ട ഉമ്മ നിന്നെ ഈ ഭൂമി ലോകത്തേക്ക് പ്രസവിച്ചു വിട്ടിട്ടുള്ളത്. എന്റെ പ്രിയമുള്ള മുസ്ലിം ചെറുപ്പക്കാരാ, ഇതെല്ലാം മറന്നുപോയല്ലോ, ഇതെല്ലാം കാറ്റിൽ പറപ്പിച്ചല്ലോ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയതാ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ അടുത്തട്ടിൽ കിടന്ന് തട്ടിക്കളിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഉമ്മ കഴിക്കുന്ന ആഹാരത്തിന് രുചിയില്ല, അത് വളരെ പെട്ടെന്ന് പുറത്തേക്ക് വരുന്നു. ഉപ്പേതാ കണ്ടു നിന്നുകൊണ്ട് വിഷമം പ്രാപിക്കുന്നല്ലോ. എന്റെ പ്രിയമുള്ള സഹോദര, ഉപ്പാക്കും ഇത് കാണുമ്പോൾ വിഷമമാണല്ലോ.
അതാ പ്രിയപ്പെട്ട ഉമ്മ ചെന്ന് കിടക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട് കിടക്കുന്ന സമയത്ത് ഉമ്മാക്ക് തോന്നുന്നു ഒന്ന് ചരിഞ്ഞു കിടക്കാമെന്ന്, വീണ്ടും തോന്നുന്നു വേണ്ട ഒന്നങ്ങോട്ട് മാറി കിടക്കാമെന്ന്, വീണ്ടും അവർ ചിന്തിക്കുന്നു ശരിയാകില്ല ഒന്ന് എഴുന്നേറ്റിരിക്കാമെന്ന്. ഇങ്ങനെയാകെ ഒരു അസ്വസ്ഥത. ഉമ്മാക്ക് കിടക്കാൻ കഴിയുന്നില്ല, ഉമ്മാക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. അവർ എഴുന്നേറ്റിരിക്കുന്നു, കിടക്കുന്നു, ചരിയുന്നു, എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷേ എന്റെ പ്രിയമുള്ള മുസ്ലിമേ, അല്ലാഹുവിനെ മതിമറന്നുകൊണ്ടല്ലേ ഇന്നിപ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ എന്റെയും നിങ്ങളുടെയും പോക്ക് ഉമ്മാനെ കണ്ടിട്ടില്ല, ഉപ്പാനെ കണ്ടിട്ടില്ല എന്നുള്ള പോക്കാണല്ലോ നിങ്ങളോട് മാറ്റിവെച്ചോ. അല്ലാഹു തആല വെറുതെ വിടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അടിവരയിട്ടുകൊണ്ട് പറയണമെങ്കിൽ അല്ലാഹയാണല്ലോ സഹോദര പറഞ്ഞത്, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്തുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ വഫിസാലുഹു ഫീ ആമൈൻ. 2 കൊല്ലക്കാലം 10 മാസം ഗർഭം ചുമന്നുകൊണ്ട് നടന്നു. അത് കൂടാതെ 2 കൊല്ലക്കാലം അമ്മിഞ്ഞപ്പാലും നൽകി. ഇതൊന്നിപ്പോ മക്കൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല, മക്കൾ ചിന്തിക്കുന്നില്ല. അവർ വളർന്നു വരുമ്പോ അവരുടേതായിട്ടുള്ള ചില തത്വസംഹിതകളിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ അവർ ആനന്ദം കൊള്ളുന്നു, അതിൽ അവർ ആഹ്ലാദം കൊള്ളുന്നു. പക്ഷേ അവരെ അങ്ങനെ ആക്കിവിട്ട പ്രിയപ്പെട്ട മാതാവിനെയും പിതാവിനെയും അവർ കാറ്റിൽ പറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ഗമിക്കുകയാണ്. ആ ഒരു പോക്ക് അത് അപകടത്തിന്റെ പോക്കാണെന്ന് ഷഫീഉനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ മനസ്സിലാക്കണം, നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത്, കുഞ്ഞായിരിക്കുമ്പോ കിടന്ന് ഉറങ്ങുന്ന ആ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ നമ്മളെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഉമ്മ കണ്ണടയ്ക്കുന്നെങ്കിലും അവരുടെ മനസ്സ് നമ്മളിലേക്കായിരിക്കും. അതല്ലേ, ഉറങ്ങിക്കിടക്കുന്ന പൊന്നുമോന്റെ തൊട്ടിലൊന്ന് ചെറുതായിട്ടൊന്ന് അനങ്ങിയാൽ ആ ഉമ്മ വളരെ പെട്ടെന്ന് നോക്കുന്നു, എന്താ പറ്റി? അപ്പോഴെന്താണ് അവരുടെ മനസ്സിൽ എന്റെ മോൻ കിടന്നുറങ്ങുകയാണല്ലോ, അവനക്ക് എന്തെങ്കിലും പറ്റിയാലെന്നുള്ളൊരു പേടിയാണ് ഉമ്മാന്റെ മനസ്സിൽ. ഉമ്മ ഉണരുമ്പോ ഉപ്പയുണ്ടെന്ന് ചോദിക്കും, എന്താ പറ്റി? അങ്ങനെ ചോദിക്കാറില്ല, നിങ്ങൾക്കറിയാം, അനുഭവസ്ഥരാണല്ലോ. അങ്ങനെ ഈ പൊന്നുമോനൊന്ന് കരഞ്ഞാൽ, പാതിരാ സമയത്തൊന്ന് കരഞ്ഞാൽ 1 മണി എന്നല്ല, 2 മണി എന്നല്ല, 3 മണി എന്നല്ല, ഏത് പാതിരാ സമയത്ത് പ്രിയപ്പെട്ട പുന്നാര മക്കൾ കരഞ്ഞിരുന്നാലും ശരി തന്നെ ഉമ്മ വാരിയെടുക്കുന്നു. എന്നിട്ടോ ഈ പൊന്നുമോനി കമ്മിഞ്ഞപ്പാൽ അങ്ങോട്ട് കൊടുക്കുന്നു. അത് കുടിക്കുമ്പോൾ അവന്റെ കരച്ചിൽ മാറുന്നു, അവനെ വീണ്ടും തൊട്ടിലേക്ക് ഇടുകയാണ്, അല്ലേ? പക്ഷേ ഇന്നിപ്പോ ആ ഒരു കാര്യമൊക്കെ മക്കൾ ചിന്തിക്കുന്നില്ല. അവർ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട, സഹിച്ച യാതന, കഷ്ടപ്പാട്, വേദന, ഇത് മുഴുവനും മനുഷ്യനെന്ന് കാറ്റിൽ പറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ഗമിക്കുന്നു. സഹോദര, ഇത് അപകടത്തിന്റെ പോക്കാണെന്ന് സയ്യിദുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി. നമുക്ക് വേണ്ട സലാത്ത് ഉറക്ക ചെല്ലണം. അല്ലാഹു തആല ഉറക്ക സലാത്ത് ചെല്ലുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ എൻ്റെ ബഹുമാനമുള്ള മുസ്ലിമെ, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നമ്മുടെ ഉപ്പ, നമ്മുടെ ഉമ്മ, ഇവർ 2 പേരും നമ്മുടെ സ്വർഗത്തിന്റെ കവാടങ്ങളാണെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഉറക്ക സലാത്ത് ചൊല്ലിക്കോളൂ, സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ എന്താ പറഞ്ഞു? എന്റെ പേര് കേട്ടാൽ ആരാണോ ഉറക്ക സ്വലാത്ത് ചൊല്ലുന്നവൻ, അവന്റെ പേര് ഞാൻ നാളെ മഹ്ശറിൽ ഉറക്ക വിളിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഉറക്ക ചൊല്ലിക്കോളൂ ഇൻഷാ അല്ലാഹു തആല. ഇതിനകത്തൊക്കെ ഒരുപാട് കൂലികളൊക്കെ വെച്ചിട്ടുണ്ട്. അല്ലാഹു തആല കേൾക്കാനും പഠിക്കാനും നമുക്ക് നല്ല മനസ്സ് തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, യഖ്ബലുല്ലാഹു സലാത്തൻ ഇല്ലാ മഅ സലാത്ത. 3 കാര്യങ്ങൾ കൊണ്ട് സ്വീകരിക്കുകയുള്ളൂ. ഒന്നാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, എന്തെന്നറിയോ? ഇത്താഅത്തുല്ലാഹി ഇല്ലാ മാ ഇത്താഅത്തുർ റസൂൽ. അല്ലാഹുവിനെ വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഴിപ്പെടുന്നതിലൂടെയാണ് എന്ന്
പറഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്ന കാര്യങ്ങൾ നീ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിലേക്ക് നീ പോകരുത്, ഇന്ന കാര്യം നീ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ കാര്യം നീ ചെയ്യണം. എന്നാൽ അള്ളാഹുവിനനുസരിച്ചവനായി. രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ഒരുപാട് പറയാണ്ട്, രണ്ടാമത്തെ കാര്യം എടുത്തു പറയുന്നു അസ്സലാത്തു ഇല്ലാ മഅസ്സക്കാ. നമ്മുടെ നമസ്കാരം യഥാർത്ഥമാകണമെങ്കിൽ, അത് സ്വീകരിക്കണമെങ്കിൽ അതിനോടൊപ്പം, ഈ നമസ്കരിക്കുന്നതിനോടൊപ്പം നമ്മൾ സകാത്ത് കൊടുക്കണമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. മൂന്നാമതായിട്ട് പറയുന്നു ശുക്റുല്ലാഹി ഇല്ലാ മഅ ശുക്രിൽ വാലിദീ സദഖ റസൂലുഹു നബിയിൽ കരീം. മൂന്നാമതായിട്ട് ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ച കാര്യം എന്തെന്നറിയോ? ശുക്റുല്ലാഹ്, അല്ലാഹുവിന് ശുക്ർ ചെയ്യുക എന്ന് പറഞ്ഞ അവിടെ നിന്ന് പഠിപ്പിക്കുന്നു മഅ ശുക്രിൽ വാലിദീ, മാതാവിന് നന്ദി ചെയ്യുന്നതിലൂടെയാണ്, പിതാവിന് നന്മ ചെയ്യുന്നതിലൂടെയാണ്, പിതാവിന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിലൂടെയാണ്. ഇതാരാണ് പഠിപ്പിക്കുന്ന എന്നറിയോ? ഒരിക്കൽ പോലും കളവ് പറയാ അവിടത്തെ നാം നിർത്താത്ത സയ്യിദുൽ കൗനൈൻ ഖാതിമുൻ നബി അനീസുൽ ഗരീബി നബി മുഹമ്മദ് മുസ്തഫ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുമ്പോ ഇത് മാറ്റിവെക്കാ എന്നെയും നിങ്ങളെയും കൊണ്ട് പറ്റുമോ സഹോദര? ഇന്നിപ്പോ ഉപ്പയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അലർജിയാണ്, ഉമ്മ എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അലർജിയാണല്ലോ. വേണ്ട വേണ്ട, ഇവർ നമ്മുടെ സ്വർഗത്തിന്റെ കവാടങ്ങളാണെന്ന് പുന്നാര നബി പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള മുസ്ലിമേ, നമുക്കൊരുപാട് സ്വത്തുണ്ടാകുമ്പോ, ഒരുപാട് ആഡംബരമുണ്ടാകുമ്പോ, ഒരുപാട് ആർപ്പാടമുണ്ടാകുമ്പോ, 2 നിലയും 3 നിലയുമെല്ലാം കെട്ടിടങ്ങൾ നമുക്കുണ്ടാകുമ്പോ നമ്മുടെ പെറ്റ് വളർത്തിയ പുന്നാര ഉമ്മാനെ മറക്കല്ലേ. എത്രയോ കഥയുന്ന് കേൾക്കാറോ എന്റെ പ്രിയമുള്ള സഹോദര. ഈയിടയ്ക്കതാ എറണാകുളം ജില്ലയിലേക്ക് വിനീതൻ വാതിന് പോയപ്പോ ഒരു പാവപ്പെട്ട ഒരു ഉമ്മാന്റെ കഥ ഞാൻ കേട്ടുപോയി. അന്ന് അൽഹംദുലില്ലാഹ് അന്നത്തെ വിഷയം മാതാപിതാക്കളെ കുറിച്ചായിരുന്നു. കണ്ണുനീരോടെ ആ വിഷയം അവിടെ പറയേണ്ടി വന്നുപോയി. ആ പ്രിയപ്പെട്ട പുന്നാര ഉമ്മാന്റെ കണ്ണുകളിൽ കൂടി വീഴുന്ന കണ്ണുനീര് കണ്ട അതാ കരയാത്ത മനുഷ്യൻ പോലും കരഞ്ഞുപോയി. സാജിദ എന്നാണ് പ്രിയപ്പെട്ട പുന്നാര ഉമ്മാന്റെ പേര്. ഇടപ്പള്ളിയിലാണ് വീട്. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ കിടക്കുന്ന വീട്ടിലേക്കതാ ആരോ കാണാൻ വന്നിരിക്കുന്നെന്ന് പറഞ്ഞപ്പോ, വരാൻ വേണ്ടി പറഞ്ഞപ്പോ കരഞ്ഞുകൊണ്ടൊരു പ്രിയപ്പെട്ട പുന്നാര ഉമ്മ കടന്നു വരികയാ. അവർക്കുള്ള കോലം കണ്ട ഒരു പക്ഷേ ചില ആൾക്കാരും നിറച്ചു പോയേക്കാ. അങ്ങനെ വല്ലാത്ത വേഷത്താൽ, മുഷിഞ്ഞ വേഷത്താൽ ആ പുന്നാര ഉമ്മ കടന്നു വന്നപ്പോ ഞാൻ വിചാരിച്ചു പോയി കണ്ണിൽ വല്ലതും വീണു പോയതായിരിക്കുമെന്ന്. ആ ഉമ്മ വന്നുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് കാര്യം പറയാൻ തുടങ്ങി. ഉസ്താദ്, എനിക്ക് 12 മക്കളാണ്, 12 മക്കളാണ്. ഈ 12 മക്കളും ആൺമക്കളാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ പറയാ, എറണാകുളം ജില്ലയിൽ ഏറ്റവും വലിയ കടയിട്ടിരിക്കുന്ന എന്റെ 2ാമത്തെ മകനാണ്. ഇങ്ങനെ ഓരോ മകന്റേതായിട്ടുള്ള കഥകളും ഉമ്മ ഇങ്ങനെ പറഞ്ഞിട്ട് പറയാ, അല്ലയോ മോനെ എന്ന് വിളിച്ചുകൊണ്ട് എന്നോട് പറയാ, ഇന്നിപ്പോ ഞാൻ കിടക്കുന്ന വീട് നിങ്ങൾക്കറിയണോ? അതാ നോക്കുസ്താദെ, ആ കാണുന്ന വീടാണ് എന്റെ വീട്. ഞാൻ നോക്കുമ്പോഴോ വലിയൊരു കൊട്ടാരമാണ് കാണുന്നത്. ഞാൻ വിചാരിച്ചു അതിനകത്തായിരിക്കും പാവപ്പെട്ട ഉമ്മ കിടക്കുന്നതെന്ന്. സുബ്ഹാനല്ലാഹ്, അവിടെ നിന്ന് ഞാൻ ചോദിച്ചു പോയി, ഉമ്മ നിങ്ങൾക്ക് എന്താ കുഴപ്പം? നല്ല വീടാണല്ലോ, അൽഹംദുലില്ലാഹ് പറഞ്ഞോട്. അപ്പോഴാണ് കാണിക്കുന്ന ഉസ്താദ്, അതല്ല, ആ കാണുന്ന ചെരുവിലൂടെ നോക്കുസ്താദ്. നോക്കുമ്പോഴോ ഒരു ചെറ്റക്കുടൽ കാണുകയാണ്. ആ വീട്ടിന്റെ ഒരു വശം പച്ചക്കട്ട കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. കണ്ടുപോയവനാ സഹോദര, അധികം നാളായിട്ടില്ല. ഇന്നിപ്പോ 2 ആഴ്ച മാത്രമാണ് ആയിട്ടുള്ളത്. എന്റെ പ്രിയമുള്ളവരെ, നോക്കുമ്പോഴോ
കുറച്ച് വെള്ളയും അടിച്ചിട്ടുള്ള ഒരു വീടാണ്. അല്ലാ അല്ലാ, അത്രയും 12 മക്കളെ പ്രസവിച്ച് വളർത്തിയ പ്രിയപ്പെട്ട പുന്നാന്റെ അവസ്ഥ എന്തെന്നറിയോ? ആ ഉമ്മാന്റെ അവസ്ഥ എന്തെന്നറിയോ? ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട മക്കളുടെ മുന്നിലേക്ക് പോകാൻ അറച്ചു പോയല്ലോ. കാരണം എന്തെന്നറിയോ? ആ പൊന്നു മക്കളുടെ വീട്ടിന്റെ അടുക്കലേക്ക് അങ്ങ് പോയ ആ പുന്നാര മക്കളുടെ പ്രിയപ്പെട്ട ഭാര്യമാര് അവരൊന്ന് എതിർത്തെന്തെങ്കിലും പറയുന്ന കേൾക്കുമ്പോ ആ പ്രിയപ്പെട്ട ഉമ്മാക്കത് സഹിക്കാൻ കഴിയോ? ആ പ്രിയപ്പെട്ട ഉമ്മാക്കത് താങ്ങാൻ കഴിയോ? ഒരിക്കലുമില്ല സഹോദര, ഒരിക്കലുമില്ല. അവിടെ നിന്ന് കണ്ണുനീരോടെ വെട്ടിക്കരഞ്ഞുകൊണ്ട് പറയാ, ആ കാണുന്ന വീട്ടിൽ അപ്പുറത്ത് കാണുന്നൊരു വീടുണ്ടല്ലോ, അവിടെ പോയാ ഞാൻ ഒരു നേരത്തെ വെള്ളം ഞാൻ മേടിച്ചു കൊടുക്കുന്നത്. എന്നാലും എന്റെ കുഞ്ഞുമക്കളുടെ വീട്ടിലേക്ക് പോകാ എന്റെ മനസ്സനുവദിക്കുന്നില്ല അവസ്ഥ. എന്റെ പ്രിയമുള്ള സഹോദര, ചിന്തിച്ചു നോക്കൂ. 12 മക്കളെ പെട്ടുവാർത്തിയ പ്രിയപ്പെട്ട മാതാവിന്റെ ഗതി ഇന്നിപ്പോ ഇത്രത്തോളം മതപതനത്തിന്റെ പടുകുടിയിലേക്ക് കണ്ടുപോയല്ലോ. ഈ ഒരവസ്ഥ എന്റെയും നിങ്ങളുടെയും മാതാപിതാക്കൾക്ക് വരാതെ സൂക്ഷിച്ചു സഹോദര. അങ്ങനെ വന്നുപോയാ നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ കോടതിക്ക് മുന്നിലോ കയ്യും കെട്ടി നിന്നുകൊണ്ട് സമാധാനം പറയേണ്ടി വരും. എന്റെ പ്രിയമുള്ളവര്, നിങ്ങൾക്കറിയുമല്ലോ ഇന്നിപ്പോ പ്രിയപ്പെട്ട പുന്നാര ഉമ്മയും ഉപ്പയും കൂടി ചേർന്നുകൊണ്ട് നമ്മളെ ഒരു വിവാഹം കഴിപ്പിക്കുമ്പോ ഉമ്മാന്റെ മനസ്സിൽ ഒരുപാട് ചിന്തയാണ് കടന്നു വരുന്നത്, ഉപ്പാന്റെ മനസ്സിൽ ഒരുപാട് ചിന്തയാണ് കടന്നു വരുന്നത്. എന്റെ പൊന്നുമോന്റെ കുടുംബജീവൻ നല്ലതുപോലെ ഉണ്ടാകണമെന്ന് ആഗ്രഹത്തോടു കൂടിയിട്ട് ആവേശത്തോടു കൂടിയിട്ട് പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും നല്ലതുപോലെ മക്കളെ വളർത്തിയിട്ട് അവരെ കൊണ്ടുതാ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി വരുകയാണ്. അങ്ങനെ ചൊല്ലുകയാണ്. പെണ്ണ് കണ്ടു, നല്ലൊരു പെൺകുട്ടി, കാണാൻ ഒരു കുഴപ്പമില്ല, നല്ല സൗന്ദര്യമുണ്ട്, നല്ല പോലെ ചെന്നപ്പോഴും ആൾക്കാരെ കണ്ടപ്പോഴും നല്ല ചിരിയൊക്കെ കൊണ്ട് പാസ്സാക്കി ഉഷാർ, അൽഹംദുലില്ലാ. ഇനി ഇതിനപ്പുറത്തോട്ട് നല്ലൊരു പെൺകുട്ടിയില്ല. ഇന്നിപ്പോ ചില ആൾക്കാർ അങ്ങനെയാണല്ലോ, പെൺകുട്ടികളെ ചെന്ന് കാണുന്നു, മുഖത്തിന് അല്പം വെളുപ്പുണ്ടായി, ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇഷ്ടപ്പെട്ടു, വാപ്പാക്കും ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇവനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഇവർക്ക് ഇഷ്ടപ്പെട്ട അവനും ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ എന്താണ് ചെന്ന് കണ്ടുകൊണ്ട് മുഖത്തിന്റെ സൗന്ദര്യം മാത്രം നോക്കിക്കൊണ്ട് പെണ്ണിട്ടുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ പഠിച്ചോളി. അവസാന അബദ്ധത്തിന്റെ പടുകുടിയിലേക്ക് ചാടിയിട്ട് പിന്നെ വിരലടിച്ചിട്ട് കാര്യമില്ല. ആദ്യം ഒക്കെ അന്വേഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയാ നമ്മുടെ ഉമ്മയുടെയും ഉപ്പയുടെയും പൊരുത്തത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം. ഇല്ലെങ്കിലോ നീ രാവിലെ ഇറങ്ങി പണിക്ക് പോയിട്ട് തിരിച്ചു വരണ സമയത്ത് പെണ്ണുമുള്ളക്കുള്ള മകയിലെ കടന്തൽ ഉദ്യമായിരിക്കും. ചോദിക്കും എന്താ പറ്റിയെന്ന് ചോദിക്കും. അപ്പൊ പറയും ഒന്നുമില്ല. അല്ല, എന്നാലും നീ പറയും. അപ്പോഴെന്ത് പറയും? ഉമ്മാന്റെ കാര്യങ്ങൾ പറയും. ഉമ്മ അങ്ങനെയായിരുന്നു, ഉമ്മ ഇങ്ങനെയായിരുന്നു, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെന്തുണ്ടാകും? ഇന്നേ വരെ ഉമ്മ എന്ന് വിളിച്ച പ്രിയപ്പെട്ട പുന്നാരമകൻ പിന്നെ വിളിക്കും കിളവി എന്ന് വിളിച്ചു തുടങ്ങും. അല്ലേ? ഇന്നിപ്പോ മിക്കുള്ള വീടുകളിൽ ചില മക്കള് പോലും ചില ഉമ്മമാരെ കിളവി എന്ന് വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്റെ ബഹുമാനമുള്ള ചെറുപ്പക്കാരോട് ഞാൻ പറയാ, അങ്ങനെ നിങ്ങൾ കിളവി എന്ന് വിളിക്കുന്ന സമയത്ത് ആ ഉമ്മാന്റെ മനസ്സൊന്ന് വേദനിച്ചു പോയാൽ നാളെ അല്ലാഹുവിന്റെ റബ്ബിന്റെ കോടതിക്ക് മുന്നിൽ ചെന്ന് കയ്യും കെട്ടിന്നുകൊണ്ട് സമാധാനം പറയേണ്ടി വരും. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയ സഹോദരങ്ങളെ, നാളെ അല്ലാഹുവിന്റെ സ്വർഗം രക്ഷപ്പെടിക്കും. അല്ലാഹു തആല നമുക്ക് സ്വർഗം കിട്ടുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ പെണ്ണ് കെട്ടി, ചെറുക്കൻ പെണ്ണ് കെട്ടിയപ്പോഴാണ് പിന്നീട് ഉമ്മായെ ഉപ്പായെ ആകെ വെറുപ്പിക്കുന്ന രീതിയിൽ പെണ്ണ് സംസാരിക്കാൻ തുടങ്ങി. അവസാനം പെണ്ണ് മതി അവനിക്ക്, ഉമ്മയും ഉപ്പയും അവനിക്ക് ഒന്നുമല്ലാതെയായി മാറി. 10 മാസത്തോളം അവനെ ഒരുപാട് വേദനയും യാതനയും പ്രയാസവും കഷ്ടപ്പാടിന്റെ മേൽ കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ട് അവനെ പ്രസവിച്ച പ്രിയപ്പെട്ട പുന്നാര ഉമ്മാനെ കാറ്റിൽ പറപ്പിച്ചു. എപ്പോഴോ വന്നു കയറിയ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി നിങ്ങൾക്കറിയല്ലോ, നിങ്ങളെല്ലാവരും കേട്ടതാണ് അൽഖമാ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. എന്താ ഉണ്ടായേ? ഉമ്മയേക്കാൾ സ്ഥാനം പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് അവിടെ കൊടുത്തു. അങ്ങനെ ഭാര്യയ്ക്ക് അവിടെ കൊടുത്ത സമയത്ത് എന്തുണ്ടായി? അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റാണ്ട് പോയി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റാണ്ട് എന്താ കാരണം? ഉമ്മാന്റെ പൊരുത്തം അവിടെ കിട്ടിയില്ല. ഉമ്മാന്റെ പൊരുത്തം അവിടെ ഇല്ലാതായി. ഇപ്പൊ അങ്ങനെ എന്ത് ചെയ്തു? അവസാനം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വാർത്തയെത്തി ഹബീബായ റസൂലേ അൽഖമാ റളിയല്ലാഹു തആല അൻഹു അതാ ഷഹാദത്ത് കലിമ ചൊല്ലുന്നില്ല. അൽഖമ അവിടെ നിന്ന് ഷഹാദത്ത് കലിമ ചൊല്ലുന്നില്ല. ആ സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
എഴുന്നേറ്റ് ചെന്നുകൊണ്ട് പറയും ഉമ്മാനെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഉമ്മാനെ കൊണ്ടുവന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ ഹബീബായ റസൂലേ, എന്നെക്കാൾ സ്ഥാനം അവന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് അവൻ കൊടുക്കുന്നവനാണെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഉമ്മാന്റെ പൊരുത്ത് അവസാനം വിറ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ വിറ കൊണ്ടുവന്നപ്പോ പറഞ്ഞു, എന്താ അള്ളാഹുവിന്റെ റസൂൽ, എന്റെ പൊന്നമോനെ കരിക്കരുത്, എല്ലാം ഞാൻ അവനിക്ക് മാപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയ ബഹുമാനപ്പെട്ട അൽഖമാ റളിയല്ലാഹു തആല അൻഹു ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് നാം മരിക്കുകയാണ്. അവസാനം എല്ലാവരും കൂടിയിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ കൊണ്ട് മറമാടാൻ വേണ്ടി കൊണ്ടുവച്ചിട്ട് മറമാടപ്പെട്ട് ലോകത്തിന്റെ നേതാവായ സയ്യിദുനാ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുകയാ, യാ മഅ്ശറൽ മുഹാജിരീന വൽ അൻസാർ മൻ ഫല്ലല സൗജതഹു വലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ ഇല്ലാ അൻ യതൂബ ഇലല്ലാഹ് വയുഹ്സിന ഇലൈഹാ വയത്റുബ റിളാഹാ ഫരിളല്ലാഹ് ഫീ റിളാഹാ വസുഖ്തല്ലാഹ് ഫീ സുഖ്തിഹാ. ലോകത്തിന്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ മുഹാജിറുകളെയും അൻസാറുകളെയും വിളിച്ചുകൊണ്ട് പറയാ, മൻ ഫല്ലല സൗജതഹു അലാ ഉമ്മിഹി, ആരെങ്കിലും അവന്റെ പ്രിയപ്പെട്ട ഉമ്മയേക്കാൾ സ്ഥാനമുണ്ടല്ലോ അവന്റെ പ്രിയപ്പെട്ട പ്രിയ തോഴിക്കവൻ നൽകിക്കഴിഞ്ഞ വഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. ലോകത്തുള്ള സകലമാന മാലാഖമാര്, ആകാശത്തുള്ള സകലമാന മാലാഖമാര്, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന മാലാഖമാര്, ഈ ലോകത്തുള്ള മുഴുവൻ മാലാഖമാര്, അതുപോലെ വന്നാസി അജ്മഈൻ. മുഴുവൻ മാലാഖമാരും ശപിച്ചുകൊണ്ടിരിക്കുമെന്നോ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ആരിലും നബി രാജന നബി മുസ്തഫ തനി തങ്ങളാരാ അമ്പിളി പൂരാജ നബിയോ താഹ നബിയോരാ നബി മുസ്തഫ കനി വമ്പിളി പൊൽ താമര പൂവാ പൂനിലാവോടൊത്തവർ നബി തങ്ങളെ പാൽനിലാവോടാ നബിയോടൊത്തവരോ. ലോകത്തിന്റെ നേതാവായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങളെ വീണ്ടും പറയാണ്, ഉമ്മയേക്കാൾ സ്ഥാനം പ്രിയപ്പെട്ട ഭാര്യക്കവൻ കൊടുത്തു കഴിഞ്ഞ ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ. പഠിച്ചോ സഹോദരാ, പഠിച്ചോ. ഉമ്മാനെ വെറുപ്പിച്ചിട്ട് ഉപ്പാനെ വെറുപ്പിച്ചിട്ട് ഇന്ന് അല്ലാഹുവിന്റെ പള്ളിക്കുള്ളിൽ കയറിയിട്ട് സൂഫിനടിക്കുന്ന ചെറുപ്പക്കാരാ, നമസ്കാരമുണ്ടെന്ന് കാണിക്കുന്ന ചെറുപ്പക്കാരാ, ഇതാർക്ക് വേണ്ടിയാ എന്റെ പ്രിയമുള്ള മുസ്ലിമേ ചെയ്യുന്നത്? അല്ലാഹ്ക്ക് വേണ്ടിയാണോ? അല്ലാഹ്ക്ക് വേണ്ടിയാണോ? എന്നാൽ ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ചല്ലോ, ശുക്റുല്ലാഹി ഇല്ലാ മാ ശുക്റുൽ വാലിദീൻ. അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്നത് അത് പ്രിയപ്പെട്ട മാതാവിനോട് നന്ദി കാണിക്കുന്നതിലൂടെയാണ് എന്ന് പഠിപ്പിച്ച കാര്യം മറക്കണ്ട ചെറുപ്പക്കാരാ. ഇത് കണ്ടോ അല്ലാഹുവിന്റെ വിശുദ്ധമായ പുന്നാര മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിക്കുകയാ, ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ
അതിലാ എടാ നീ ഇനി എത്ര നോമ്പ് പിടിച്ചാൽ ഉപ്പാനെ വെറുപ്പിച്ചിട്ട് ഉമ്മാനെ വെറുപ്പിച്ചിട്ട് അള്ളാന്റെ പള്ളിക്കുള്ളിൽ കയറിയിരുന്നു കൊണ്ട് എത്ര നമസ്കരിച്ചാലും നിന്റെ നമസ്കാരം അല്ലാഹ്ക്ക് വേണ്ട മോനെ, നിന്റെ നമസ്കാരം അല്ലാഹ്ക്ക് വേണ്ട, നിന്റെ സക്കാത്ത് അല്ലാഹ്ക്ക് വേണ്ട, നിന്റെ സദഖ അല്ലാഹ്ക്ക് വേണ്ട. എന്റെ പ്രിയമുള്ളവരെ, അള്ളാന്റെ റസൂലിന്റെ വാക്ക് കൊണ്ട് ആ വാക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു നമ്മുടെ ഖൽബിലേക്ക് ഒന്ന് തറച്ചു കയറട്ടെ ചെറുപ്പക്കാരാ. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ. രക്ഷ വേണോ, നിനക്ക് വിജയം വേണോ, അള്ളാന്റെ സ്വർഗം വേണോ? ഇതാര് പഠിപ്പിച്ചതാണ് ചെറുപ്പക്കാരാ? ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടത്തെ വീട്ടിന്റെ കത്തട്ടിൽ ഇരുന്നു കൊണ്ട് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെയാ പറയുന്നത്. എന്തെന്നറിയോ? ഉമ്മാനെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ, ഉപ്പാനെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ നീ പള്ളിയിൽ കയറി ഇബാദത്ത് ചെയ്തിട്ട് കാര്യമില്ല. അല്ലാഹു തആലാക്കത് വേണ്ട. നിങ്ങൾക്കറിയോ, ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ തങ്ങള് ഹജ്ജിന് വേണ്ടിയിട്ട് പോവുകയാണ്. പഠിച്ചോ ചെറുപ്പം, ഇതാ നിങ്ങളായിരിക്കുന്ന മനസ്സിൽ ഉറയ്ക്കാൻ വേണ്ടിയിട്ടാ പറയുന്നത്, നിങ്ങളുടെ മനസ്സിലൊന്ന് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാ പറയുന്ന ചെറുപ്പക്കാരാ. ബഹുമാനപ്പെട്ട മാലിക് തങ്ങള് ഹജ്ജിന് വേണ്ടിയിട്ട് പോവുകയാ. ഹജ്ജെല്ലാം കഴിഞ്ഞുകൊണ്ട് തിരിച്ചു മടങ്ങി വന്നിട്ട് രണ്ട് കരങ്ങളും സെട്ടാവായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, റബ്ബേ, ഈ കൊല്ലം ഒരുപാട് ആളുകൾ ഹജ്ജിന് പോയിട്ടുണ്ട് അല്ലാ. കൂട്ടത്തില് പാവപ്പെട്ട ഞാനും ഹജ്ജിന് പോയി റബ്ബേ, എന്റെ ഹജ്ജ് നീ സ്വീകരിച്ചോ തമ്പുരാനേ, എനിക്കൊന്ന് അറിയിപ്പിക്കുമോ അല്ലാ? അപ്പോഴാണ് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അറിയിപ്പിക്കുന്നത്, അല്ലയോ മാലിക്, നിന്റെ ഹജ്ജും സ്വീകരിച്ചിട്ടുണ്ട്. നിന്റെ മാത്രമല്ല, ഈ വർഷം ഹജ്ജിന് പോയിട്ടുള്ള മുഴുവൻ ആളുകളുണ്ടല്ലോ, ഈ മുഴുവൻ ആളുകളുടെ ഹജ്ജും റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ സ്വീകരിച്ചിട്ടുണ്ട്. ഇല്ല വാഹിദ, ഒരാൾക്കുള്ള ഹജ്ജൊഴികെ, ഒരാൾക്കുള്ള ഹജ്ജൊഴികെ ബാക്കി മുഴുവൻ ആളുകളുടെ ഹജ്ജ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ സ്വീകരിച്ചിട്ടുണ്ട് എന്നവിടെന്ന് പഠിപ്പിക്കുമ്പോ മാലിക് തങ്ങൾ ചോദിക്കുകയാണല്ലോ, ആഗത ഭാഗ്യവാനെന്ന് കാട്ടിത്തരുമോ? ആ മനുഷ്യർക്കൊന്ന് കാട്ടിത്തരുമോ റബ്ബേ എന്ന് രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരൊന്ന് ബഹുമാനപ്പെട്ട മാലിക് തങ്ങൾ ചോദിക്കുമ്പോ അല്ലാഹു തആല അറിയിച്ചു കൊടുത്ത പ്രകാരം അതാ മദീനയിലേക്ക് പോവുകയാണ് മാലിക് തങ്ങള്. അല്ലാഹു തആല അറിയിച്ചു കൊടുത്ത പ്രകാരം അങ്ങനെ മദീനയിലേക്ക് ചെന്നപ്പം കാണാം ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുകയാ. നല്ല വെയിൽ ഇങ്ങനെ അടിക്കുന്നുണ്ട്, ചുട്ടുപൊള്ളുന്ന വെയിൽ. ആ വെയിലിൽ ഇരുന്നു കൊണ്ട് ഒരു മനുഷ്യൻ കറുത്ത് കരിവാളിച്ച് മുടിയെല്ലാം ജടകെട്ടി അഴുക്ക് വരേണ്ട ശരീരവുമായി ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുന്നു. അവിടേക്ക് ചെന്നുകൊണ്ട് സലാം പറഞ്ഞു. സലാം പറഞ്ഞപ്പോ ഈ മനുഷ്യൻ ചെന്നപാടെ ചോദിച്ചു, നിങ്ങൾ വന്നിരിക്കുന്നത് എന്റെ ഹജ്ജ് സ്വീകരിച്ചിട്ടില്ല എന്ന് പറയാനല്ലേ? എല്ലാ വർഷവും ഹജ്ജ് പറയും, എല്ലാ വർഷവും ഹജ്ജ് കഴിയുമ്പോ അള്ളാഹുവിന്റെ ആരിഫീങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ വന്നിട്ട് പറയും താങ്കളുടെ ഹജ്ജ് സ്വീകരിച്ചിട്ടില്ല എന്ന് പറയാറുണ്ട്. അതേപോലെ താങ്കളും വന്നതാണോ എന്നെനിക്കറിയാൻ എന്ന് പറഞ്ഞപ്പോൾ അതേപോലെ തന്നെയാണ്. അവിടെ നിന്ന് ചോദിച്ചു, അല്ല ഇതേപോലെ ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള കാരണം എന്താ? അപ്പോഴാ മനുഷ്യൻ കണ്ണുനീരോടെ പറഞ്ഞെന്തെന്നറിയോ? അല്ലയോ തങ്ങളെ, എനിക്കൊരു പുന്നാര ഉമ്മയുണ്ടായിരുന്നു, വാത്സല്യനിധിയായ ഉമ്മ. എന്നെ ഒരുപാട് സ്നേഹിച്ച എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്നെ ഒരുപാട് പോറ്റി വളർത്തിയ എന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ എനിക്കുണ്ടായിരുന്നു. അവരെന്നും ഞാൻ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ, ഞാൻ കടന്നു ചെല്ലുന്നത് പാതിരാ സമയത്താ. എന്റെ കൂട്ടുകാരുമൊക്കെ വെള്ളമടിച്ചുകൊണ്ട് കള്ളു കുടിച്ചുകൊണ്ട് കറങ്ങി ഞാൻ മതോമത്തനായിട്ട് എന്റെ വീട്ടിനടുക്കലേക്ക് ചെല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നോട് പറയും, പൊന്നു മോനെ, നീ കള്ളു
വിളിച്ചുകൊണ്ട് നിന്റെ ആയുസ്സിനെ നീ ഇല്ലാതാക്കല്ല് മോനെ എന്നിങ്ങനെ പ്രിയപ്പെട്ട ഉമ്മ ഇങ്ങനെ ആ പൊന്നുമോനോട് വസിയത്ത് ചെയ്യുന്നെന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട മാലിക്കിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ എന്റെ ഉമ്മ എല്ലാ ദിവസവും അതാ എന്നെ ഉപദേശിക്കും. അങ്ങനെ ഒരു ദിവസം പാതിരാ സമയത്ത് ഞാൻ മൂക്കറ്റം മദ്യപിച്ചുകൊണ്ട് എന്റെ വീട്ടിന്റെ കത്തട്ടിലേക്ക് വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ തുടർന്നിരിപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലായപ്പോ എന്റെ ഉമ്മ കിടന്നിരുന്ന വീട്ടിന് ഞാനങ്ങ് തീ കൊടുത്തു നബിയേ. അതാ ആ വീട്ടിൽ ഞാനങ്ങ് തീ കൊടുത്തു തങ്ങളെ. അങ്ങനെ തീ കൊടുത്തിട്ടുള്ള ആ സമയത്ത് എന്റെ ഉമ്മ അങ്ങ് കത്താൻ തുടങ്ങി. അതിൽ കിടന്നുകൊണ്ട് കത്തി അങ്ങ് അമരാൻ തുടങ്ങി. ഞാൻ നോക്കുമ്പോൾ വലിയൊരു തീക്കുണ്ടാരമാണ് കാണുന്നത്. എന്റെ തലക്ക് വല്ലാതെ ബോധം വന്നു തുടങ്ങി. ഞാൻ ചിന്തിച്ചു, റബ്ബേ, എന്നെ ഒരുപാട് പോറ്റി വളർത്തിയ, എനിക്ക് വേണ്ടി ഒരുപാട് യാതന അനുഭവിച്ച, ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ച എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണല്ലോ വീട്ടിന്റെ വട്ടത്തിൽ കിടന്നുകൊണ്ട് കരിയുന്നത്. ഞാനതാ വീട്ടിന്റെ വട്ടത്തിലേക്ക് എനിക്ക് കയറാൻ പറ്റുന്നില്ല. അത്രത്തോളം വല്ലാത്ത ചൂടാണ്. അവസാനം എന്താ ചെയ്ത് എന്നറിയോ? അടുത്തിരുന്ന ഒരു കടാറ് ഞാനങ്ങ് വലിച്ചേറിയിട്ടോ എന്റെ കൈ ഞാനങ്ങ് മുറിക്കുമ്പോ ആ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കുണ്ടാരത്തിന്റെ അകത്ത് കിടന്ന് പ്രിയപ്പെട്ട ഉമ്മ വിളിച്ചു പറഞ്ഞു, പൊന്നുമോനെ, നിന്റെ കൈ മുറിക്കല്ലടാ, നീ ചോര ഒഴുക്കല്ലടാ എന്നിങ്ങനെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മയതാ വിളിച്ചു പറഞ്ഞു പോയി. ആരോടാണ് പറയുന്ന? മാലിക് തങ്ങളോട് കഥ പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, പഠിച്ചോ. അവസാനം അവിടെന്ന് പറയാ, അതിൽ കിടന്നുകൊണ്ട് വീട്ടിന്റെ അകത്ത് കിടന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മയതാ കരിഞ്ഞങ്ങ് ചാമ്പലായി വീട്ടിലേക്കങ്ങ് വീണുപോയി. തങ്ങളെ, ഇതെന്റെ ഉമ്മാക്ക് വെറുക്കാൻ പറ്റുമോ? ഇതെന്റെ അല്ല എന്നെ വെറുതെ വിടുമോ? തങ്ങളെ, എന്റെ പ്രിയപ്പെട്ട എന്നെ പോറ്റി വളർത്തിയ, എന്നെ ഒരുപാട് സ്നേഹിച്ച, എന്നെ ഒരുപാട് ഒരുപാട് ലാളനം നൽകിയ എന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മയാണല്ലോ ഞാൻ എന്നെ വേദനിപ്പിച്ചിരിക്കുന്നത്, ഞാനെന്ത് ബുദ്ധിമുട്ടിപ്പിച്ചിരിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് കണ്ണുനീരൊപ്പിച്ചുകൊണ്ടാ ഇന്നിപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നത്. 40 കൊല്ലം കൊണ്ട് ഞാൻ ഹജ്ജ് ചെയ്യുകയാ. പക്ഷേ എന്റെ ഹജ്ജ് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാ ഇന്നേ വരേക്കും സ്വീകരിച്ചിട്ടില്ല. തങ്ങള് പഠിച്ചോ സഹോദര, ലോകത്തിന്റെ നേതാവിന്റെ വാക്കെന്താ? ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ ഹദുലാ. ഉമ്മാന്റെ പൊരുത്തമില്ലാതെ, ഉപ്പാന്റെ പൊരുത്തമില്ലാതെ നിന്റെ ഇബാദത്ത് അല്ലാഹുക്ക് വേണ്ട, നിന്റെ നോമ്പ് അല്ലാഹുക്ക് വേണ്ട, നിന്റെ ഹജ്ജ് അല്ലാഹുക്ക് വേണ്ട, നിന്റെ നമസ്കാരം അല്ലാഹുക്ക് വേണ്ട. എന്റെ പ്രിയമുള്ള മുസ്ലിമേ, അനുസരണമുള്ളവരാണല്ലോ നമ്മള്, അതിനാണല്ലോ നമ്മളെ മുസ്ലിം എന്ന് വിളിക്കുന്നത്. പക്ഷേ മുസ്ലിമാണെന്നുള്ള പേരിട്ടിട്ട് ഇന്ന് അഹങ്കാരത്തിന്റെ പണി കാണിക്കുന്ന ചെറുപ്പക്കാരാ, പാടില്ല മോനെ. നിനക്കൊന്ന് സ്വത്ത് കൂടിയാ, നിനക്ക് നല്ലതുപോലെ ഒറ്റക്കാലിൽ നിൽക്കാനുള്ള തന്റെ ഇടം വന്നാ, നിനക്ക് നിന്റെ ഉമ്മയെയും ഉപ്പയെയും നോക്കണമെന്നുള്ള ഒരു ബാധ്യത നിന്റെ വന്നതാ, പാനയും ഉമ്മാനെയും നോക്കണമെന്നുള്ള ഒരു ബാധ്യത നിന്റെ മുമ്പിൽ വരുമ്പോ അത് നീ കണ്ടില്ല, കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന നിന്റെ ഉപ്പാന്റെ മനസ്സൊന്ന് വേദനിച്ചു പോയാ, നിന്റെ ഉമ്മാന്റെ മനസ്സൊന്ന് വേദനിച്ചു പോയാ രക്ഷയില്ല സഹോദര. അതുകൊണ്ടാണ് ഇത്രയും ഈ 40 കൊല്ലം കൊണ്ട് ഹജ്ജ് ചെയ്തിട്ട്, ഈ 40 കൊല്ലം കൊണ്ട് ഹജ്ജ് ചെയ്തിട്ടും ഈ മനുഷ്യന്റെ ഹജ്ജ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ സ്വീകരിച്ചിട്ടില്ല. എന്താ കാര്യം? ഉമ്മാന്റെ പൊരുത്തില്ല, ഉമ്മാനെ വേദനിപ്പിച്ച മകനാണ്. അതുകൊണ്ട് എത്ര കൊല്ലം, 1 2 കൊല്ലം അല്ല, ഇന്നിപ്പോ നമ്മൾ ഒരു ഹജ്ജിന് പോകാൻ വേണ്ടി നമ്മൾ കൊതിക്കുകയാണ്. കൊതിക്കാത്തവരാരുമില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള കാണാൻ കൊതിയില്ലാത്തവർ ആരും ഉണ്ടാവില്ല. പക്ഷേ ഈ മനുഷ്യൻ 40 കൊല്ലം കൊണ്ട് ഹജ്ജിന് പോയി. എന്നിട്ടും എന്താ ഈ മനുഷ്യന്റെ ഹജ്ജ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ സ്വീകരിച്ചിട്ടില്ല? കാര്യം എന്താണ്? ഉമ്മാന്റെ പൊരുത്തമില്ല.
ഉമ്മാന്റെ പൊരുത്തിയില്ല. അതുകൊണ്ടാണല്ലോ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ വാക്ക് എത്രയോ സത്യമാണ്. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദില. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. ഇത് സൂക്ഷിക്കാതെ മുന്നോട്ട് പോയാൽ പണ്ടുള്ള ഉമ്മമാരെന്താ പറയണേ, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ടെന്ന്. അതാണ് എനിക്കും പറയാനുള്ളത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ അള്ളാഹുവിന്റെ മഹ്ശറയാകുന്ന മഹാകോടതിക്ക് മുന്നിൽ വരുമ്പോ അവിടെ നമ്മളെ പിടിച്ചു നിർത്തും. നമ്മുടെ ഉപ്പാന്റെ ഉമ്മാന്റെയും വിഷയത്തിൽ ഇന്നിപ്പോൾ ഉപ്പയും ഉമ്മയും നമ്മളോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് അംഗീകരിക്കുന്നില്ല. ബഹുമാനമുള്ള സഹോദരങ്ങൾ, ഇനി ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ ചോദിക്കാം. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉപ്പയുമുണ്ട്, നമ്മുടെ ഉമ്മയുമുണ്ട്. എന്നാൽ ഈ രണ്ട് പേരിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ഥാനം ആർക്ക് കൊടുക്കണം? ആർക്ക് കൊടുക്കണം? നമ്മുടെ ഉമ്മാക്ക് കൊടുക്കണം. ഉമ്മാക്കാണ് ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കേണ്ടത്. ഉപ്പമാര് പേടിക്കണ്ട, വിഷമിക്കണ്ട. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്, അൽ വാലിദു ഔസത്തു അബ്വാബിൽ ജന്ന. സ്വർഗത്തിന്റെ മധ്യത്തെ വാതിൽ ബാപ്പയാണ്, പിതാവാണ്. അതുകൊണ്ട് ധൈര്യമായിട്ടിരുന്നോളി. നമ്മളെ വാതിൽ കഴിഞ്ഞിട്ടേ പിന്നെ അങ്ങോട്ട് കയറാൻ പറ്റൂ. ആ ഒരു നേട്ടം നമുക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉഷാറായിട്ട് നിന്നോളി. നമുക്ക് കുറച്ചുമാരെ കുറിച്ച് പറയാം. പക്ഷേ സ്ഥാനം കൊടുക്കേണ്ടത് ഉമ്മയ്ക്കാണ്. കാരണം എന്താ? ഒരുപാട് യാതന, വേദന, ഇങ്ങനെ കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ നമ്മളെ ഭൂമി ലോകത്തേക്ക് ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് ഭൂമി ലോകത്തേക്ക് ജനിപ്പിച്ചു. എന്നാൽ അതിനേക്ക് ഇന്ന് മക്കൾ കാറ്റിൽ പറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ഗമിക്കുന്നു. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, നബിയെ, എൻ്റെ വീട്ടിൽ ഉപ്പയുണ്ട് ഉമ്മയുണ്ട്, ഞാൻ എന്നാൽ ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കേണ്ടത് ആർക്കാണ്? പറയുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു ചോദിച്ചൊരാൾ നബിയോട് സല്ലല്ലാഹു, നബിയെ അഹഖുനാസിയാരാണെൻ്റെ മേൽ, അത് നിന്റെ മാതാവാണ് എന്നും നിന്റെ മേൽ. വീണ്ടും അയാൾ ചോദിച്ചു, പിന്നെ അപ്പോൾ ജവാബും മേൽ പറഞ്ഞതാരാ? മൂന്നാമതായി ചോദിച്ചു, പിന്നീടാരാ? മറുപടി അതിനും ഉമ്മ തന്നെ സോദരാ. ആരാണ് പിന്നീടത് പിതാവാണെന്നോ? നാലാമതായി നബി മുസ്തഫ പറയുന്നു. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, നബിയെ, എനിക്ക് ഉപ്പയുണ്ട് ഉമ്മയുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ സ്ഥാനം ആർക്കാണ് കൊടുക്കേണ്ടത്? അപ്പോ ലോകത്തിന്റെ നേതാവായ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, അത് നിന്റെ മാതാവാണ് എന്നും നിന്റെ മേൽ ആദ്യം സ്ഥാനം കൊടുക്കേണ്ടത് അത് നിന്റെ പ്രിയപ്പെട്ട ഉമ്മാക്കാണ്. വീണ്ടും അയാൾ ചോദിച്ചു, പിന്നെ ആരാ? ഇനി ആരാ നബിയെ? ഇനി ആരാണ് ഞാൻ ഏറ്റവും കൂടുതൽ? ഇനി ഉപ്പാക്കാണോ ഉമ്മാക്കാണോ ഇനി സ്ഥാനം? അപ്പോഴും പറഞ്ഞു, നിന്റെ ഉമ്മാക്ക് തന്നെ. മൂന്നാമതായി ചോദിച്ചു, പിന്നീടാരാ? മറുപടി അതിനും ഉമ്മ തന്നെ സോദരാ. മൂന്നാമത്തത് എന്താ പറയുക? നിന്റെ ഉമ്മ തന്നെയാണ്, നിന്റെ ഉമ്മാക്ക് തന്നെയാണ് സ്ഥാനം. നാലാമതായി നബി മുസ്തഫ പറയുന്നു, അതിന്റെ പ്രിയപ്പെട്ട പുന്നാര ഉപ്പാക്ക. ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കേണ്ടത് ആർക്കാണ്? നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മാക്കാണല്ലോ. അതിന്റെ കാരണം എന്തെന്നറിയോ സഹോദര? ആദ്യം നമ്മൾ ഓതിയല്ലോ, പ്രിയപ്പെട്ട ഉമ്മ
ഉമ്മാക്കാണല്ലോ ഉള്ളത്. എൻ്റെ പ്രിയമുള്ള സഹോദര, നമ്മളൊക്കെ മനസ്സിലാക്കണം. അപ്പൊ ഏറ്റവും കൂടുതൽ സ്ഥാനം നമ്മൾ കൊടുക്കേണ്ടത് അത് ഉമ്മക്കാണ്. ആ ഉമ്മായെ വേദനിപ്പിച്ചാൽ, ആ ഉപ്പാനെ വേദനിപ്പിച്ചാൽ നമ്മുടെ ജീവിതം ഒരിക്കലും റാഹത്തിലാകില്ല. പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി ഇങ്ങനെ ഒരുപാട് യാതനയും വേദനയും കഷ്ടപ്പാടൊക്കെ സഹിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും നമ്മളെ പഠിപ്പിച്ച് വലുതാക്കി അവരൊന്ന് സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് സ്വന്തം മക്കളുടെ മുമ്പിലേക്ക് വരും, മക്കളെ എനിക്ക് സുഖമില്ല എന്ന് പറയുന്നതിന് എന്താ കാരണം? ഈ മക്കളോട് പറയുമ്പോ ഈ മക്കൾ ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിലേക്കൊന്ന് പോകാൻ പൈസയെങ്കിലും കൊടുക്കും, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? വണ്ടി വിളിച്ചൊന്ന് കൊണ്ടെങ്കിലും പോകും എന്നൊരാഗ്രഹം വെച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട പുന്നാര ഉപ്പയും ഉമ്മയും വന്നുകൊണ്ട് പറയുന്നത്. പക്ഷേ അതൊന്ന് ചെവിക്കൊള്ളാതെ പോകുന്ന മുസ്ലിമേ, അത് നിന്റെ പതനത്തിന്റെ പോക്കാ. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ബഹുമാനമുള്ള ചെറുപ്പക്കാരാ, ഉമ്മ വന്നെന്തെങ്കിലും ചോദിക്കുമ്പോ, ഉപ്പ വന്ന് ചോദിക്കുമ്പോ, എന്നെ കൊണ്ട് പറ്റില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തോ, ഞാൻ വരില്ല, എന്റെ കയ്യിൽ കാശില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപ്പാനെയും ഉമ്മാനെ വേദനിപ്പിക്കുന്ന മക്കളെ, ഇന്നിപ്പോ എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പമാരെ നിങ്ങളും മക്കളായിട്ടാണല്ലോ ഇന്നിപ്പോൾ ഉപ്പമാരായിട്ട് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ വളരെ കർശനമായിട്ട് പഠിക്കണം എന്റെ പ്രിയമുള്ളവരെ. ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും വേണ്ടി മാത്രമല്ല, മുഴുവൻ ആളുകളുടെയും മനസ്സിലൊന്ന് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കൂടെ പറയാ, വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ واحفظ لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ്. ഒരിക്കലും മുറിച്ചു കളയാൻ പറ്റില്ല, ഒരിക്കലും മാറ്റി നിർത്താനും പറ്റില്ല. അല്ലാഹുവിന്റെ ജഡ്ജ്മെന്റാണ്. അപ്പോ നമ്മൾ കോടതിയിലേക്ക് പോകുമ്പോ എന്താ മുട്ടിട്ടിടിച്ചോണ്ടല്ലേ പോകുന്നേ? ഒരു പോലീസുകാർ ഇപ്പൊ നമ്മൾ വണ്ടി ഓടിച്ചോണ്ടാ പോവാ, പോക്കറ്റ് എന്തില്ല, ലൈസൻസ് ഇല്ല, പോലീസുകാരെ പിടിച്ചു നിർത്തുമെന്ന് അറിഞ്ഞാൽ നമ്മളെ മനസ്സിടിക്കാൻ തുടങ്ങും അല്ലേ? ചിലപ്പോ എന്തില്ല, വണ്ടിക്ക് ബുക്കും പേപ്പർ ഉണ്ടാവില്ല, ചിലപ്പോ ഒന്നിപ്പോ ലൈസൻസ് അല്ല, ഇങ്ങനെ നമ്മുടെ മനസ്സിടിക്കണം. പക്ഷേ അള്ളാഹുവാണ് ഏറ്റവും വലിയ കോടതി ഉടമസ്ഥൻ. അവിടെ ചെന്ന് നിൽക്കാൻ അവിടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മനുഷ്യ എന്റെയും നിങ്ങളുടെയും മനസ്സിടിക്കുന്നില്ലല്ലോ. ഇന്നിപ്പോ അള്ളാന്റെ കോടതിക്ക് മുന്നിൽ പിടിച്ചു നിർത്തൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിന് നല്ല ചാഞ്ചാട്ടുണ്ടായോ? അതേസമയം നാളെ ഇവിടെ ഇരിക്കുന്ന ഒരാളെ, എടേ നാളെ നിന്നെ രാവിലെ 8 മണിയാകുമ്പോഴത്തേന് പോലീസ് സ്റ്റേഷനിൽ അല്ലാ എന്നെ എന്തിനാ ചോദിക്കാറില്ലേ? ബഹുമാനമുള്ളവരെ ചിന്തിക്കണം, അള്ളാന്റെ ജഡ്ജ്മെന്റ് ആണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ ജഡ്ജ്മെന്റ് ഒരാൾക്കും മാറ്റി നിർത്താൻ പറ്റാത്തത്രത്തോളം വല്ലാത്ത ജഡ്ജ്മെന്റ് അല്ലാഹു തആല കൽപ്പിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ. അല്ലാഹ് പറഞ്ഞല്ലോ, അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, എന്നെ അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കരുത് എന്ന് പറഞ്ഞ ഉടനെ അല്ലാഹു പറഞ്ഞ കാര്യം എന്തെന്നറിയോ? വബിൽ വാലിദൈനി ഇഹ്സാനാ. എന്റെ പ്രിയപ്പെട്ട മാതാവിനും പിതാവിനും നീ നന്മ ചെയ്യുന്നവനാകാൻ, ഗുണം ചെയ്യുന്നവനാകാൻ. നോമ്പുണ്ട്, സക്കാത്തുണ്ട്, സദഖയുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ബാക്കി. പക്ഷെ അല്ലാഹ് എന്താ പറഞ്ഞ? അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞ ഉടൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പറഞ്ഞെന്നറിയോ? എന്താ പറഞ്ഞേ? നിങ്ങളുടെ മാതാവിനും പിതാവിനും ഗുണം ചെയ്യുന്നവരായി മാറുക. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ
الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما. الله رب العزة തമ്പുരാൻ അടിവരയിട്ടുകൊണ്ട് പഠിപ്പിക്കുകയാണ്. ഒന്നുകിൽ നിന്റെ ഉപ്പ അല്ലെങ്കിൽ നിന്റെ ഉമ്മ അല്ലെങ്കിൽ പോട്ടെ ഈ രണ്ടുപേരും നിന്റെ അടുക്കൽ വാർദ്ധക്യാവസ്ഥയിലാകുന്നു. എന്നിട്ടോ അവരിങ്ങനെ ഒരുപാട് യാതനകളും വേദനകളും എല്ലാം അനുഭവിച്ചവരാണല്ലോ. നിന്നോട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചോദിക്കാനുണ്ടാകും, ഒന്നുകിൽ എന്തെങ്കിലും പറയുവാനുണ്ടാകും. ഇങ്ങനെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നിന്റെ അടുക്കലേക്ക് വരുമ്പോ അവരെന്തെങ്കിലും പറയുമ്പോ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയല്ലേ. അല്ല പറയാ മാതാവിനോട് ചെയ്യുന്ന പറയല്ലേ, പിതാവിനോടും ചെയ്യുന്ന പറയല്ലേ. ഇന്നിപ്പോ മക്കൾ എന്താ പറയാ, നിങ്ങൾ പോളവിന്ന് പറയും അല്ലേ, നിങ്ങൾ പോളവി നിങ്ങളുടെ പണി വെക്കാൻ പറയും അല്ലേ. ഉമ്മ പറയുന്ന മോനെ ഉമ്മക്ക് സുഖമില്ലടാ, ഒരു 5 രൂപ ഇന്ന് തന്നിട്ട് പോയി ഞാൻ ആശുപത്രിയിൽ പോയിട്ട് വരാം, എൻ്റെ ഇപ്പോൾ ഒരു പൈസയില്ല, നിങ്ങളെ കൊണ്ട് വേണമെങ്കിൽ പോയാൽ മതി എന്ന് പറയണ മക്കളുണ്ട് ഇന്നിന്റെ ഭൂമി ലോകത്തുണ്ട്. ഇന്നിപ്പോൾ ഇത് കേൾക്കുമ്പോൾ എത്രയോ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും സ്വന്തം മനസ്സിൽ പറയുന്നുണ്ട്, ഉസ്താദ് എന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് എന്ന് പറയണവർ കാണും, എന്ന് പറയണവരുണ്ട്, പറഞ്ഞവരുമുണ്ട്. എന്റെ ബഹുമാനമുള്ളവരെ പഠിച്ചോളി, ഈ ഒരവസ്ഥ നമുക്ക് വരരുത്. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നമ്മുടെ എല്ലാ മക്കളും തഴയുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാക്കല്ലേ തമ്പുരാനെ. ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, വലാ തൻഹറുഹുമാ, അവരോട് കയർത്ത് സംസാരിക്കരുത്, അവരോട് മോശമായ വാക്ക് പറയല്ലേ. അവരോട് മാന്യമായ വാക്ക് പറയാ. ഉപ്പ വന്നിട്ട് മോനെ സുഖമില്ല പറഞ്ഞ ഉപ്പ വിട്ടിരിക്കും, ഞാൻ പോയിട്ട് ഇപ്പ വരാം, ഞാൻ പോയിട്ട് ഇപ്പൊ വരാം, ഒരു വണ്ടി വിളിച്ചിട്ട് വരാം. ഉപ്പാക്ക് സന്തോഷം, അൽഹംദുലില്ലാ എൻ്റെ മോൻ എനിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നില്ല, വണ്ടി വിളിക്കുന്നല്ലേ. ആ ഇരിക്കട്ടെ ഉപ്പ, 200 രൂപ ഉണ്ട്, ആരെങ്കിലും ഒരാളെ കൂടി വന്ന് വിളിച്ചുകൊണ്ട് വന്ന് നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് കാണിച്ചോട്ടെ, അല്ലെങ്കിൽ ഒരിപ്പോ ഡോക്ടറിനെ കൊണ്ടുവന്നു കാണിച്ചോട്ടെ. എന്നാലോ അമ്പിളി രാജനീ ലാവിലോത്ത് കളിച്ചാരോ പറയുന്ന സമയത്ത് ഉപ്പാക്കൊന്ന് സന്തോഷം തോന്നിയാൽ, അള്ളാഹുവേ എന്റെ പൊന്നുമോനിക്ക് നീ ആഫിയത്ത് കൊടുക്കണമെന്ന് ആ സമയത്തൊന്ന് മനസ്സുകൊണ്ട് കരുതിയാ മതി, ഈ മക്കൾ രക്ഷപ്പെട്ടു. ആരാ പഠിപ്പിക്കുന്നേ? സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, വഖുല്ലഹുമാ ഖൗലൻ കരീം, അവരോട് നല്ല വാക്ക് പറയ്, അവരെ സന്തോഷിപ്പിക്കുന്ന വാക്ക് പറയ്, അവർക്കത് ഇഷ്ടമാണ്. കണ്ടോ, ഇങ്ങനെ വേണം മക്കളായാൽ. അവരെ സന്തോഷിപ്പിക്കുന്ന വാക്കല്ലൊന്നും പറയരുത്. അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നല്ലൊരു സന്തോഷമുണ്ടാകണം, നല്ല ഒരു ആനന്ദമുണ്ടാകണം. ഒരു പുഞ്ചിരിയോടുകൂടി നോക്കിയാൽ അൽഹംദുലില്ലാ, അപ്പൊ ഉപ്പായി ഒന്ന് പുഞ്ചിരിക്കുന്നു, ഉമ്മായി ഒന്ന് പുഞ്ചിരിക്കുന്നു, അവർക്കൊരു സന്തോഷമായി. ഇന്നിപ്പോ നമ്മൾ കടിച്ചു കീർണമാര് ഉപ്പാന്റെ ഉമ്മാന്റെ മുഖത്ത് നോക്കിയാൽ വല്ല രസം ഉണ്ടാവും, ആ ഉമ്മാടെ ഉപ്പാന്റെ മനസ്സ് വേദനിക്കുന്നില്ല. അതുകൊണ്ട് എന്റെ ബഹുമാനമുള്ളവരെ, അല്ല പറയുന്ന നിന്റെ ഉപ്പാക്കും നിന്റെ ഉമ്മാക്കും നല്ല ചിറകിനെ നീ താഴ്ത്തിക്കൊടുക്കുക, കാരുണ്യത്തിന്റെ ചിറകിനെ നീ താഴ്ത്തിക്കൊടുക്കുക എന്ന് പറഞ്ഞ അവർക്ക് വേണ്ടുന്ന സകലമായ ഒത്താശകളും നീ ചെയ്തു കൊടുക്കുക. അവർക്ക് എന്താണോ ആവശ്യമുള്ളത് ആ മുഴുവൻ കാര്യങ്ങളും നീ ചെയ്തു കൊടുക്കാനാണ് പറയുന്നത്. വഖുർ റബ്ബിർഹംഹുമാ
ചെറുതായിരിക്കുമ്പോ എനിക്ക് വേണ്ടി ഒരുപാട് ഉറക്കമൊഴിഞ്ഞ ഉപ്പയാണ്, ഉമ്മയാണ്. അതുകൊണ്ട് റബ്ബേ ഇവർക്ക് രണ്ടുപേർക്കും നീ പുറത്തു കൊടുക്കല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ. അല്ലാഹുവിന്റെ ജഡ്ജിമെന്റാണ്, അല്ലാഹുവിന്റെ ഓർഡറാണ്, അല്ലാഹുവിന്റെ വിധിയാണ്. അല്ലാത്ത വേറെ ഇന്നത്തെ കേരളത്തിൽ കാണുന്ന ഒരു കോടതിയുടെ വിധിയുമല്ല എന്റെ പ്രിയമുള്ളവര്. പക്ഷേ ഈ പറയുന്ന വിധിയുണ്ടല്ലോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ വിധിയാണ്, ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ഈ ഒരു കൽപ്പന മുത്തായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. എന്റെ ബഹുമാനമുള്ളവരെ, ഇത് കഴിഞ്ഞു പോയിട്ടുള്ള ഒരുപാട് പ്രവാചകന്മാരുണ്ടല്ലോ, ഇവർക്കെല്ലാം ഇതേപോലെയുള്ള കൽപ്പന അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. വഇദ് അഖദ്നാ മീസാഖ ബനീ ഇസ്രായീൽ ലാ തഅബുദൂന ഇല്ലല്ലാഹ് വബിൽ വാലിദൈനി ഹസനാ വദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ വഖൂലൂ ലിന്നാസി ഹുസ്നാ വഅഖീമു الصلاة وآتوا الزكاة ثم توليتم إلا قليلا منكم وأنتم معرضون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ്. ഇത് ലോകത്തിന്റെ നേതാവിന് മാത്രമല്ല, ബഹുമാനപ്പെട്ട മൂസാ നബിക്ക് മാത്രമല്ല, ഈസാ നബിക്ക് മാത്രമല്ല, ഇതേപോലെ തുടങ്ങിയുള്ള മുൻകാല പ്രവാചകന്മാരോട് മാതാപിതാക്കളുടെ കാര്യത്തിൽ ഒരുപാട് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ എത്ര പറഞ്ഞാലും മനുഷ്യന്റെ മനസ്സ് ഇങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല. ഇന്നിപ്പോ എന്താ പറഞ്ഞ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാന. ഈ ആയത്തെടുത്തു വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറയുകയാണ്, എന്താ പറയുന്നത്, യുരീദുൽ ബിർറ, ഈ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ എന്താ പഠിപ്പിക്കുന്നത്? മഅൽ ലുത്ഫി, അവരോട് എപ്പോഴും നല്ല മയത്തോടു കൂടിയായിരിക്കണം എല്ലാ പ്രവർത്തനവും. ഏത് കാര്യമാണെങ്കിലും നല്ല സൗമ്യതയോടുകൂടി ഒരു പുഞ്ചിരിയോടുകൂടി ആയിരിക്കണം. എന്നിട്ടോ വലൈനൽ ജാനിബി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരോട് കാരുണ്യം കാണിക്കും, വല്ലാത്തൊരു കരുണ നിങ്ങൾ കാണിക്കും. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഫലാ യുഹല്ലിദു ലഹുമാ ഫിൽ ജവാബ്. അവരെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാ, എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത്? നിങ്ങൾ കയർത്തുകൊണ്ട് സംസാരിക്കരുത്, കയർത്തുകൊണ്ട് സംസാരിക്കാൻ പാടില്ല. വലാ ഇലൈഹിമാ, ഉപ്പയും ഉമ്മയും നിന്റെ മുന്നിലേക്ക് വന്നാൽ അവരുടെ മുഖത്തേക്ക് നീ തുറച്ചു നോക്കാൻ പാടില്ല. ഇന്നെത്രയോ മക്കളാണ് പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും ഒരു കാര്യം പറഞ്ഞ ഉമ്മാന്റെ മുഖത്തേക്ക് ഉപ്പാന്റെ മുഖത്തേക്കും മിനിറ്റുകളോളം തുറച്ചു നോക്കിക്കൊണ്ട് വിരലും ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, പാടില്ല, പാടില്ല. വലാ യർഫഉ സൗതഹു ഇലൈഹിമാ, ഉപ്പയുടെയും ഉമ്മയുടെയും ശബ്ദത്തേക്കാൾ നിന്റെ ശബ്ദവും നീ ഉയർത്താൻ പാടില്ല. അങ്ങനെയാണോ? ഉപ്പ ഇരുന്നാലും ശരി, ഉമ്മ ഇരുന്നാലും ശരി, അവന്റെ സൗണ്ട് അവൻ പുറത്ത് കാണിക്കും. അവന്റെ സൗണ്ട് അവൻ പിന്നെ എന്ത് എടുത്തങ്ങോട്ട് പുറത്ത് കാണിക്കും. എന്നാൽ